ഹായ്, വെൽക്കം ബാക്ക് ടു അസാസ്റ്റ്. നമ്മൾ നോക്കാൻ പോകുന്നത് 10 യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രൗസർ എക്സ്റ്റൻഷൻസിനെ കുറിച്ചിട്ടാണ്. ബ്രൗസർ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ലൈക് നമ്മുടെ ബ്രൗസറിന്റെയോ അല്ലെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൈറ്റ്സുകളുടെയോ ലൈക് ഡീഫോൾട്ട് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ യൂട്യൂബ് കാണണം, അതിലെ ഷോർട്സ് ഡിസേബിൾ ചെയ്യുക, അല്ലെങ്കിൽ ഡാർക്ക് മോഡ് ഇല്ലാത്ത വെബ്സൈറ്റുകളിൽ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ബ്രൗസറിന്റെ ഫ്രണ്ട് പേജ് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് പേജ് വെക്കുക. അങ്ങനെ പല നമുക്ക് ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ട് കിട്ടാത്ത ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ് എക്സ്റ്റൻഷൻസ്. ഇത് നമ്മുടെ ബ്രൗസറിൽ നമുക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഇൻസ്റ്റാൾ ചെയ്ത് 10 മിനിറ്റ് എടുക്കുള്ളൂ മാക്സിമം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോട്ടൽ 10 എക്സ്റ്റൻഷൻസ്. പക്ഷെ അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ബ്രൗസർ യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. എസ്പെഷ്യലി നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്പർ ഒക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ നോർമൽ യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് സെക്യൂരിറ്റി കൂടി കിട്ടും, പ്രൈവസി കൂടി കിട്ടും. അതേപോലെ തന്നെ സ്കാമിലൊക്കെ പോയി ചാടാനുള്ള ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ സ്കാമിലൊക്കെ പോയി ചാടാനുള്ള ചാൻസ് കുറയും. അങ്ങനെ പല യൂസുള്ള കുറച്ച് എക്സ്റ്റൻഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ബ്രൗസറിലുണ്ട്. ഈ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ എക്സ്റ്റൻഷൻസ് എടുക്കുക എന്നാണ്. അതിന് 2 വഴിയുണ്ട്. ആദ്യത്തെ വഴി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. അതിൽ മാനേജ് എക്സ്റ്റൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ കാണാം. അവിടെ ക്രോം വെബ് സ്റ്റോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റൻഷൻസിന്റെ ലൈക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പേജ് പോകും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലവരുടെയൊക്കെ ലാപ്ടോപ്പിൽ മുകളിൽ ഇവിടെ ഓൾറെഡി ഒരു എക്സ്റ്റൻഷൻസിന് ചിഹ്നം ഉണ്ടാവും. അപ്പൊ അതിൽ തൊട്ട് കഴിഞ്ഞ് മാനേജ് എക്സ്റ്റൻഷൻ എടുത്താലും നേരത്തെ പോയി അതേ ലെവലിൽ ഇവിടെ എത്തും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എക്സ്റ്റൻഷനിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് യൂബ്ലോക്ക് ഒറിജിൻ. യൂബ്ലോക്ക് ഒറിജിൻ എന്ന് പറഞ്ഞത് ഒരു ആഡ് ബ്ലോക്കർ ആണ്. ആഡ് ബ്ലോക്കർ എന്നല്ല, ഒരു കണ്ടന്റ് ബ്ലോക്കർ ആണ്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ ഓരോ സാധനം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, ഈ ഇന്റർനെറ്റിൽ ഓരോ സാധനം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഫിൽട്ടർ ചെയ്യും. അതായത് നമുക്ക് ഈ സാധനം വരാൻ പറ്റുന്ന ആണോ അല്ലെങ്കിൽ വരാൻ പറ്റാത്തതാണോ. ഇമാജിൻ ഇപ്പോൾ 4 ഫയല് നമ്മൾ നെറ്റ്വർക്കിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു, അതിൽ ഒരെണ്ണം ആഡ് ആണ്, ബാക്കി 3 നമുക്ക് വേണ്ട ഫയലാണെങ്കിൽ അതിൽ ഓൾറെഡി ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഇന്ന ഫയൽസ് ഒക്കെ ആഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന ഫയൽസ് ഒക്കെ മാൽവെയർ ആണ്, ഇന്ന ഫയൽസ് ഒക്കെ ആവശ്യമുള്ള കുക്കീസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതില് യൂബ്ലോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരുമ്പോൾ എല്ലാ ഫയലും ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ ആഡിന്റെ അല്ലെങ്കിൽ കുക്കീസിന്റെയോ അല്ലെങ്കിൽ മാൽവെയറിന്റെ ഒക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് ഐദർ അതിനെ ഒഴിവാക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചില കേസസിലൊക്കെ നമ്മൾ മാൽവെയറുള്ള സൈറ്റ് പോകുമ്പോൾ എന്ത് പറ്റും, ആ സാധനത്തിന് ലൈക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതാണ് യൂബ്ലോക്ക് ഒറിജിൻ. ഞാൻ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇതാണ് എക്സ്റ്റൻഷൻ ആണ് യൂബ്ലോക്ക് ഒറിജിൻ. അതിന്റെ വേറെ എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ യൂട്യൂബിലും ലൈക്ക് നിങ്ങളിപ്പോ യൂട്യൂബ് കാണുമ്പോൾ കാണാം, ഈ അടുത്തായിട്ട് യൂട്യൂബിന് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഏത് തരം ആഡ് വേണമെങ്കിൽ ഇപ്പൊ മേ ബി ഈ വീഡിയോന്റെ മുന്നേ തന്നെ നിങ്ങൾ വല്ല ഗാംബ്ലിംഗ് ആപ്പിന്റെയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വല്ല സ്കാം ആയിട്ടുള്ള 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മെഷീൻ ലേണിംഗ് ഉണ്ടാക്കി ചാറ്റ് വെട്ടിക്കാനുള്ള ഒരു കോഴ്സ് തരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ആഡ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ആഡിനൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ഈ യൂബ്ലോക്ക് ഒറിജിൻ. അതുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ മുന്നിൽ ആഡ്സ് പ്ലേ ആവില്ല. അതേപോലെ തന്നെ വേറെ പല വെബ്സൈറ്റ്സിലും പല ലൈക്ക് കുറെ വെബ്സൈറ്റ്സ് നമ്മൾ തൊടുമ്പോൾ തന്നെ ലൈക്ക് നമ്മൾ കറക്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യാനുള്ളത് വരുന്നതും അങ്ങനെ സെറ്റപ്പുകളൊക്കെ ഇതെന്ത് ചെയ്യും, നിർത്തും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഇത്. അപ്പൊ ഞാൻ അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ എൻ്റെ യൂബ്ലോക്ക് ഒറിജിൻ ഇൻസ്റ്റാൾഡ് ആണ്, അത് എനേബിൾഡ് ആണ്. എനേബിൾഡ് ആണ്. ഇനി ഞാൻ ഒരു വെബ്സൈറ്റ് എടുക്കാൻ പോകുന്നത്, ഇപ്പൊ യൂട്യൂബ് എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇതില് ആഡും കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് വീഡിയോ ലോഡായി. ഇനി ഞാൻ യൂബ്ലോക്ക് ഒറിജിൻ ടേൺ ഓഫ് ചെയ്തു. ഇനി എടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ തന്നെ ആഡ് വന്നു, ഇവിടെ ആഡിനും കാര്യങ്ങളൊക്കെ വന്നു. ഇനി നമ്മൾ ഇപ്പൊ ഒരു വീഡിയോ എടുത്തു, അതിന്റെ മുന്നിൽ ആഡ് വന്നു. മേ ബി ഒരു ആഡും അല്ല, ഒരു ആഡൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ എന്നെ പോലത്തെ ക്രിയേറ്റേഴ്സിന് ഭാവിയിൽ പൈസ കിട്ടാൻ വേണ്ടിയുള്ളതാണ് ആഡ് എന്ന് വെക്കാം. പക്ഷെ 2, 3 ആഡോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇങ്ങനത്തെ ഗാംബ്ലിംഗ് ആപ്സിന്റെ ഒക്കെ ആഡ് വന്നത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഈ ഒരു പ്രീമിയം സ്റ്റുഡന്റ് വരലൊന്നും നേരത്തെ വന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ യൂബ്ലോക്ക് ഒറിജിൻ ഇൻസ്റ്റാൾ ചെയ്താലുള്ള ഉപകാരം. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ ഓരോ എലമെന്റ്സ് ആയിട്ട് നമുക്ക് കളയാനും പറ്റും. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് യൂബ്ലോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ടാവും. യൂബ്ലോക്ക് ഒറിജിനും ഉണ്ടാവും, യൂബ്ലോക്ക് ഒറിജിൻ ലൈറ്റും ഉണ്ടാവും. ഇനി ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാനിഫെസ്റ്റ് V3 എന്നുള്ളൊരു സെറ്റപ്പ് വെച്ചിട്ടാണ് യൂബ്ലോക്ക് ഒറിജിൻ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും കാലം യൂബ്ലോക്ക് ഒറിജിനിൽ
എൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഒറ്റ സ്വിച്ച്, ഇപ്പം ഇവിടെ ഒരു ഒറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ബ്രൗസറിൽ നമ്മൾ ഈ ഒരു ഫിൽറ്റർ എനേബിൾ ചെയ്ത പോലെയാണ്. പക്ഷേ അതിപ്പോ സ്കോപ്പ് കുറച്ചിട്ട് ഓരോ വെബ്സൈറ്റിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കൊടുക്കണം എന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ വർക്ക് ആയിരുന്നെങ്കിൽ നിങ്ങൾ യൂബ്ലോഗ് ഒറിജിൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ നമ്മൾ ഓരോ വെബ്സൈറ്റിലും സ്പെസിഫിക് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഇൻസ്റ്റാൾ ലൈക്ക് എനേബിൾ ചെയ്യേണ്ടി വരും കണ്ടന്റ് ബ്ലോക്കിംഗ്. പക്ഷേ ബാക്കി വർക്കിംഗ് ഒക്കെ 90% സിമിലർ ആയിരിക്കും. ഇനി ലൈക്ക് അത് നിങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ പോകുന്ന വെബ്സൈറ്റ്സിലൊക്കെ ആഡ് കളയാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആവശ്യമായിട്ട് കുക്കീസും ട്രാക്കിങ്ങും കളയാനും യൂസ് ചെയ്യാം. എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ കൊടുക്കുമെങ്കിൽ ഈ ഒരു സാധനം നല്ല അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു അനിയത്തി കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു ലിങ്ക് അയച്ചിട്ട് ലൈക്ക് ഇത് ഉള്ളതാണോ എന്ന് ചോദിച്ചു. നോക്കുമ്പോൾ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റ് ആയിരുന്നു. അതായത് ഫ്ലിപ്കാർട്ടിന്റെ കറക്റ്റ് ഫ്ലിപ്കാർട്ടാണ്, എല്ലാം കറക്റ്റ് ആണ്. അതിൽ നമ്മൾ തൊടുമ്പോൾ 2000 രൂപയ്ക്ക് ഒരു S24 Ultra എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലൈക്ക് ഓക്കെ, ഒബ്വിയസ്ലി എനിക്ക് അറിയായിരുന്നു അത് ഫേക്ക് ആണ്. പക്ഷെ ലൈക്ക് ഞാൻ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വരിക എന്ന് അറിയാൻ വേണ്ടി ലാപ്ടോപ്പിൽ എടുത്ത് നോക്കിയപ്പോൾ ലൈക്ക് ഫോണിൽ ഈ സാധനം ഡാറ്റ ആയിട്ട് കയറിപ്പോയിരുന്നു. നേരെ മറിച്ച് ഞാൻ ലാപ്പ് എടുത്തപ്പോൾ ലാപ്പിൽ ഞാൻ ഇത് തൊട്ടപ്പോൾ തന്നെ ഓൾറെഡി ഫേക്ക് ആയിട്ടുള്ള ലിങ്കാന്ന് പറഞ്ഞിട്ട് യൂബ്ലോഗ് ഒറിജിന്റെ ഒരു വാർണിംഗ് വന്നു. അത് എന്റെ എടുത്ത് നോക്കിയപ്പോഴാണ് ഓക്കെ ഇത് ലൈക്ക് കറക്റ്റ് ആയിട്ട് സാധാരണ ഫ്ലിപ്കാർട്ടിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ വേണ്ട ഭാഗം മാത്രം എഡിറ്റ് ചെയ്തിരിക്കാന്ന് മനസ്സിലായത്. അപ്പോ ലൈക്ക് ഇപ്പൊ മേ ബി ഇതൊരു അൺഇൻഫോംഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്കാം ആയിട്ടുള്ള വെബ്സൈറ്റ് തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ ബ്ലോക്ക് വരും. അതായത് ഇത് ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈക്ക് ഇതിങ്ങനെ ഫിൽട്ടർ ചെയ്യണത്. ഇപ്പൊ ഇതൊക്കെ ഓരോ ഫിൽറ്ററിംഗ് ആണ്. ഇതില് ഏതൊക്കെ എത്രയൊക്കെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ ഓരോ ഇത് ഫിൽട്ടർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത് ലൈക്ക് ഇതൊക്കെ ലൈക്ക് വന്നാൽ ലോഡ് ആവണ്ട എന്ന് പറയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ ഓരോ ആഡ്സിന്റെ സെർവറുകളാണ് ഇതൊക്കെ. ഇതിന്നൊക്കെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് ഒന്നും സെർവ് ചെയ്യില്ല. അങ്ങനെയാണ് ഈ സാധനം വർക്ക് ആവുന്നത്, ഇത് ഫിൽട്ടർ ചെയ്തിട്ട്. ഇപ്പൊ അതാണ് എന്റെ ആദ്യത്തെ സജഷൻ. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് യൂട്യൂബ് എൻഹാൻസർ. അപ്പൊ നേരത്തെ എന്റെ യൂട്യൂബ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ യൂട്യൂബിൽ കുറച്ചുകൂടി എക്സ്ട്രാ ബട്ടൺസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതില് അടിയിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് എക്സ്ട്രാ ഇതുണ്ട്. ഇപ്പൊ എക്സ്ട്രാ സൗണ്ട്. ഇപ്പൊ നമ്മള് ചില വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും സൗണ്ട് ഉണ്ടാവില്ല, ഭയങ്കര സൗണ്ട് കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ വീഡിയോക്ക് എക്സ്ട്രാ ഒരു ലൗഡ്നെസ് കൊണ്ടുവരാനുള്ള ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ പോപ്പ് പ്ലെയർ ഉണ്ട്. പോപ്പ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്കിപ്പോ നിങ്ങൾ എന്തെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ മൾട്ടി സ്ക്രീൻ ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ കമന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു പോപ്പ് പ്ലെയർ ഉണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിപ്പോ ചിലതിലൊക്കെ ലൈക്ക് ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സാച്ചുറേഷൻ ഇല്ലാത്ത ഇത് കണ്ടിട്ടില്ലേ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ മാറ്റാം, സാച്ചുറേഷൻ മാറ്റാം, അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം. ഇത് ചില വീഡിയോസിന് യൂസ്ഫുൾ ആയി വരാറുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എടുക്കാം നമുക്ക് ഡയറക്റ്റ്ലി. അത് സ്ക്രീൻഷോട്ട് ഈ യൂട്യൂബിന്റെ വീഡിയോ മാത്രമായിട്ട് ഓപ്പൺ ആവും. ലൈക്ക് നിങ്ങളിപ്പോ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിലുള്ള ബുദ്ധിമുട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഷോർട്സ് ഒക്കെ ഹൈഡ് ചെയ്യാം. ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ തീം മാറ്റാം. അതേപോലെ തന്നെ എക്സ്ട്രാ ബട്ടൺസ് ഉണ്ട്. ഷോർട്സ് ഹൈഡ് ചെയ്യാം, റിലേറ്റഡ് വീഡിയോസ് ഹൈഡ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാം. ചാറ്റൊക്കെ നമുക്ക് യൂഷ്വലി വേണ്ടി വരില്ലല്ലോ, അപ്പോൾ അതൊക്കെ ഹൈഡ് ചെയ്യാം. ഇനി ഷോർട്സ് നമ്മൾ ലിങ്ക് തൊട്ടാൽ തന്നെ അത് ഷോർട്സിൽ UI വരാതെ സാധാരണ യൂട്യൂബ് വീഡിയോന്റെ ഹെഡ്ലൈൻ വരുന്ന പോലെ വെക്കാം. ഇനി വേറൊരു മെയിൻ ഫീച്ചർ എന്താണ്, നമ്മളിപ്പോ കമന്റ് വായിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ വീഡിയോ കാണാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളിൽ നമുക്ക് കമന്റ് വായിക്കുന്നതിന് ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ ആയിട്ട് വരും. ഇനി ആ പോപ്പപ്പ് വിൻഡോ തന്നെ സൈസ് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും. ഞാനിപ്പോ ഒരു 540p ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, 540p നമുക്ക് കമന്റ് വായിക്കാം, ഒപ്പം തന്നെ വീഡിയോ കാണാം. അപ്പോൾ ലൈക്ക് നിങ്ങൾ എസ്പെഷ്യലി സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് മുന്നേ ദിവസം 2x ഭയങ്കര ലിമിറ്റിംഗ് സ്പീഡായിട്ട് തോന്നാറുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് 4x 5x 6x ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഈ സ്പീഡിന്റെ ബട്ടനൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത ഞാൻ പറയാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് ഗ്രാമർലി. ഗ്രാമർലി നിങ്ങൾ പിന്നെ കുറെ ആഡ് കൂടിയും അല്ലെങ്കിൽ കുറെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അവരിലേക്ക് അവർക്ക് ഓൾറെഡി അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ട് അവർ കുറെ ആഡും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ലൈക്ക് ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇതാണ്. ലൈക്ക് ഇത് ബേസിക്കലി 2 വേർഷൻ ഉണ്ട്, ഫ്രീ വേർഷൻ ഉണ്ട്, പെയ്ഡ് വേർഷൻ ഉണ്ട്. പക്ഷെ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊക്കെ ലൈക്ക് നമ്മളെ പോലെ തന്നെ ഒരുവിധം എല്ലാവർക്കും ഇതിന്റെ ഫ്രീ വേർഷൻ തന്നെ ആവശ്യത്തിലധികമാണ്. അപ്പൊ ലൈക്ക് അതിന്റെ ഇപ്പൊ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് കാണിക്കാം. നമ്മളിപ്പോ എന്തെങ്കിലും എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കാണാം, ലൈക്ക് അവര് സജഷൻസ് തരും. അതേപോലെ തന്നെ സ്പെല്ലിങ്ങൾ തെറ്റായി എഴുതി കഴിഞ്ഞാൽ അവർ കാണിച്ചു തരും. ലൈക്ക് ഇങ്ങനത്തെ കുറെ ഉപകാരങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് സെന്റൻസ് സ്ട്രക്ചർ ചെയ്തില്ലെങ്കിൽ അതും ഒക്കെ കാണിച്ചു തരുന്ന സെറ്റപ്പ് ഉണ്ട്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് ഫ്ലിപ്പ് ഷോപ്പി. ഫ്ലിപ്പ് ഷോപ്പി എന്നുള്ളത് ഒരു ബേസിക്കലി ഒരു പ്രൈസ് ട്രാക്കർ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ലൈക്ക് കുറെ ഓൺലൈൻ ഒക്കെ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ഞാൻ തന്നെ ലൈക്ക് ഞാൻ എന്റെ കമന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും
ഞാൻ ലൈക്ക് അത്യാവശ്യം കുറെ ആൾക്കാർക്ക് ഈ ലാപ്ടോപ്പും ഫോണും അല്ലെങ്കിൽ ഇയർഫോണും ഒക്കെ സെർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പൊ ലൈക്ക് എനിക്കും അറിയണമെങ്കിൽ ഇപ്പൊ ഒരു സാധനം ഇപ്പൊ എങ്ങനെയാണ് വില, നേരത്തെ എങ്ങനെയായിരുന്നു വില എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ പറഞ്ഞ ഷോപ്പി. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഫോൺ എടുക്കാം. ഇതിന്റെ വില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എങ്ങനെയാണ് വില കൂടിയെന്ന്. ഏറ്റവും ഹയസ്റ്റ് 11,500 ആയിരുന്നു, ഏറ്റവും ലോവസ്റ്റ് 9,900 ആയിരുന്നു. അപ്പൊ ലൈക്ക് നമുക്ക് മനസ്സിലാവും ഏകദേശം സെയിം ഇതാണ്. ഇതേപോലെ തന്നെ നമ്മൾ കുറെ കൂടി ദൂരത്തേക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നോക്കാൻ പറ്റും. ഈ ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 6 മാസം വരെ എങ്ങനെയായിരുന്നു അതിന്റെ വില മാറുന്നത് എന്നും കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ? അപ്പൊ 6 മാസത്തേക്കുള്ള വില വിവരം കാണാൻ പറ്റും. അപ്പൊ ഇതും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ആമസോണിൽ വർക്കാവും, ഫ്ലിപ്കാർട്ടിൽ വർക്കാവും. സോ ലൈക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് ഈ പറഞ്ഞ ന്യൂ ടാബ് റീഡയറക്ട്. ന്യൂ ടാബ് റീഡയറക്ട് ഞാൻ ആക്ച്വലി ഇപ്പൊ യൂസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ ലൈക്ക് ഡീഫോൾട്ട് ആയിട്ട് ക്രോമിൽ അല്ലെങ്കിൽ എഡ്ജിലൊക്കെ വരുന്ന പേജ്, അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ ബ്രേവ് ഒക്കെ പണ്ട് ഭയങ്കര ക്ലീൻ ആയിരുന്നു, ഇപ്പോഴും കുറച്ച് അതിലും വരാൻ തുടങ്ങി. ഈവൻ മോസിലെ ഫയർഫോക്സിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന പേജ് ഇപ്പൊ ലൈക്ക് കുറെ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ആഡ്സും അതേപോലെ തന്നെ അവര് പ്രൊമോട്ട് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ ചേർന്നതാണ്. അപ്പൊ ലൈക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു ഇതും ആവില്ല. അതേപോലെ തന്നെ അതിന് ഫീച്ചേഴ്സ് കുറവാണ്. ഇപ്പൊ 2005 എങ്ങനെയായിരുന്നു ഒരു ഫ്രണ്ട് പേജ് ഉണ്ടായിരുന്നത്, അത് പ്ലസ് ഇപ്പൊ കുറച്ച് എക്സ്ട്രാ ആഡ്സ് ആണ് ഇപ്പൊ എല്ലാ ബ്രൗസറിലെയും ഫ്രണ്ട് പേജ്. അപ്പൊ അത് വേണ്ട, നമുക്ക് കസ്റ്റം ആയിട്ടുള്ള എന്തെങ്കിലും വേണം എന്ന് താല്പര്യമുള്ളവർക്കുള്ളതാണ് ഈ ന്യൂ ടാബ് റീഡയറക്ട്. അതെന്താ ചെയ്യാ, നമ്മളൊരു പുതിയ ടാബ് എടുക്കുമ്പോൾ ആ പേജ് നമുക്ക് വേണ്ട സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു home 559.mozilla.app എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ആണ്. സെൽഫ് പ്രൊമോഷൻ ആണ്, ഞാൻ തന്നെ സ്വയം ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈക്ക് നിങ്ങൾക്ക് തന്നെ വേണമെന്നില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു ഗൂഗിൾ പേജിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ, ഇവിടെ നമ്മൾ നമ്മുടെ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ, അല്ലെങ്കിൽ അങ്ങനെ ഏതാണ് നമുക്ക് വേണ്ടത് അതിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു സാധനം കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ നമുക്ക് ഗൂഗിൾ വെച്ച് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഈ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ്സ്, ഇപ്പൊ ജിമെയില്, ആമസോൺ, ലൈക്ക് നമുക്ക് ഏതാണ് ഇഷ്ടം അത് നമുക്ക് ഫേവറേറ്റ് സൈറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഞെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള വെബ്സൈറ്റ്സ് കളയാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് വാൾപേപ്പർ വേണമെങ്കിൽ മാറ്റാം. അതേപോലെ തന്നെ ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യണോ, സെയിം ഇത് വേണോ, ഫേവറേറ്റ് സൈറ്റ്സ് ക്ലോസ് ആക്കാം, ഓപ്പൺ ആക്കാം. അതേപോലെ തന്നെ വാൾപേപ്പർ കളയാം, കളയാതിരിക്കാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോ ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റീഓർഗനൈസ് ചെയ്യാം. ഇനി ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ഇതേപോലെ തന്നെ ലൈക്ക് നമുക്കിപ്പോ എല്ലാ സമയത്തും നമുക്ക് ക്രോം യൂസ് ചെയ്യാൻ ഇല്ല. ക്രോം അത്യാവശ്യം പ്രൈവസി ഒട്ടും മാനിക്കാത്ത ഒരു വെബ്സൈറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട സെർച്ച് എഞ്ചിൻ മാറ്റാം. ഇപ്പൊ ഗൂഗിൾ ഒക്കെ ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ മാറ്റാം. ഓക്കെ, അപ്പോ നമ്മളിപ്പോ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ നമുക്ക് കുറെ സാധനങ്ങൾ മാറ്റാം. ഇത് ഭയങ്കര മിനിമൽ ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വെച്ചും വെക്കാം. അപ്പോ ഇത് ഇനിയിപ്പോ ഇത് തന്നെ വേണമല്ലോ, ഇതിന്റെ സെൽഫ് പ്രൊമോഷൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്തതാണ്. നമുക്ക് ഇതേപോലത്തെ ഇപ്പൊ മെയിനായിട്ട് ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് മാത്രം മതിയെങ്കിൽ അതിലേക്ക് റീഡയറക്ട് ചെയ്യാം. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് ഡാർക്ക് റീഡർ. ഡാർക്ക് റീഡർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ ഡാർക്ക് മോഡ് ഇല്ലാത്ത വെബ്സൈറ്റ്സിൽ, ഇപ്പൊ ഞാൻ എന്റെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ ഇപ്പൊ എന്റെ വെബ്സൈറ്റിൽ ഡീഫോൾട്ട് ആയിട്ട് ഡാർക്ക് മോഡ് ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ ഗ്രേ സ്കെയിലാണ്. ഗ്രേ സ്കെയിൽ നമുക്ക് കുറച്ച് കളർ വേണമെങ്കിൽ ഫുൾ കൊണ്ടുവരാം. ലൈക്ക് ഇപ്പൊ നിങ്ങൾ രാത്രി വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ ലൈക്ക് നമുക്ക് കണ്ണിന് ഇതിലാണ്ട് ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ ഡേ നൈറ്റ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈക്ക് ഡേ മോഡ് ഇത് ഓഫ് ആക്കിയിരിക്കുകയാണല്ലോ, ഇതിൽ വർക്ക് ആവുന്നുണ്ട്. ഇനി ലൈക്ക് എന്റെ ഡീഫോൾട്ട് ആയിട്ട് ഇതിലും ഒരു ഡാർക്ക് നൈറ്റ് മോഡ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ ഫ്രീ ഡൗൺലോഡ് മാനേജർ എന്നുള്ളതാണ്. ഫ്രീ ഡൗൺലോഡ് മാനേജർ ഒരു സ്റ്റാൻഡ് അലോൺ എക്സ്റ്റൻഷൻ അല്ല. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറും കിട്ടും. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്നുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉപകാരം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കൊരു 5 MB 6 MB ഉള്ള ഫയൽ ആണെങ്കിൽ ക്രോമോ അല്ലെങ്കിൽ എഡ്ജ് ഏതായാലും കുഴപ്പമില്ലാതെ ഡൗൺലോഡ് ചെയ്യും. നമ്മൾ വലിയ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ഇഷ്യൂ വരാറുണ്ട്. ഇപ്പൊ നെറ്റ് കട്ടായി പോയി ഒരുവിധം വെബ്സൈറ്റ്സ് ഒന്നും പിന്നെ പോസ് ചെയ്ത് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അതേപോലെ തന്നെ ലൈക്ക് ഡൗൺലോഡ് സ്പീഡ് ചില വെബ്സൈറ്റ്സ് ഇപ്പൊ സോഴ്സ് കോഡ് ഒക്കെ
കുറച്ച് സ്ലോ ആക്കും. അപ്പൊ ലൈക്ക് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ കണക്ഷൻസ് ഒക്കെ സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ പോസ് സപ്പോർട്ട് ചെയ്യാത്ത ഡൗൺലോഡ് പോസ് പ്ലെയിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് ഫ്രീ ഡൗൺലോഡ് മാനേജർ. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ സൈസ് അനുസരിച്ചിട്ട് ഗൂഗിൾ ക്രോം ഇപ്പോൾ ഒരു 5 MB അടിയിലാണെങ്കിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ അതിന് വലുതാണെങ്കിൽ എന്തിൽ ഡൗൺലോഡ് ആയിക്കോളും, ഈ ഫ്രീ ഡൗൺലോഡ് മാനേജറിൽ ഡൗൺലോഡ് ആയിക്കോളും. പിന്നെ അടുത്ത പറയുന്ന എക്സ്റ്റൻഷൻ ആണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിപ്പോ പറയേണ്ട ആവശ്യമില്ല, അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ലൈക്ക് നമുക്ക് യൂഷ്വലി യൂസ് വരില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ദിവസം യൂസ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ഉണ്ടാവും. അപ്പൊ ലൈക്ക് ചില സൈറ്റ്സ് ഒക്കെ ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഭയങ്കര നീഷായിട്ടുള്ള ഡാറ്റകൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇതിന്റെ ലൈക്ക് വെബ്സൈറ്റ്സ് ഇപ്പൊ റഷ്യനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിലൊക്കെ ആയിരിക്കും. അപ്പൊ ലൈക്ക് അങ്ങനെയുള്ള ചാനൽ ഇപ്പൊ ലൈക്ക് ഗീക്കർവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് ടെക് ചാനൽ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയിൽ മാത്രം അവർ ലൈക്ക് ചൈനീസിലാണ് അവർ വരുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ ലൈക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ആണ് ഈ പറഞ്ഞ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്റ്റൻഷൻ ആണ് ഗൂഗിൾ GPT. അതായത് ഇതിപ്പോ എന്താ ചെയ്യാ, ഓക്കെ ചാറ്റ് GPT ഫോർ ഗൂഗിൾ. അതെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോ ഗൂഗിളിൽ മാത്രമല്ല നമ്മൾ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ ഇപ്പോ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട്സ് ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനി പോലുള്ള മോഡൽസ് നമുക്ക് എന്ത് ചെയ്യും, അത് റിസൾട്ട് പുള്ളി തരും. കുറെ സാഹചര്യങ്ങളിൽ നമുക്ക് അത് കുറെ കൂടി എളുപ്പമായിട്ട് വരും. ഇപ്പൊ ലൈക്ക് നമ്മൾ ക്ലാസ് അടിച്ചു, ക്ലാസ്സിന്റെ ഒരു ജെമിനി ജനറേറ്റഡ് റിസൾട്ട്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ഇതും കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. ലൈക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമല്ല നമുക്ക് സൈഡിൽ ഒരു സെർച്ച് ബാർ വരും ചെയ്യും. ഇപ്പൊ നമ്മൾ ഇതില് നമ്മളിപ്പോ ജെമിനി 1.5 ആക്കി, എന്നിട്ട് നമ്മളിപ്പോ എന്നടിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് അതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. ലൈക്ക് കുറെ യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഡൗട്ടുകളുടെ സമയത്ത് ലൈക്ക് ഇപ്പൊ നമുക്ക് കാണാം അതിന്റെ ഫംഗ്ഷൻ എളുപ്പത്തിൽ തന്നെ കിട്ടി. അതേപോലെ തന്നെ ലൈക്ക് നമുക്ക് എളുപ്പത്തിൽ ഒരു പുതിയ ടാബ് എടുക്കുകയും ചെയ്യാണ്ട് ചെറിയ ഡൗട്ട് പെട്ടെന്ന് കിട്ടാൻ ഒരു ഫീച്ചർ ആണ്. അപ്പോൾ ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നതാണ് പ്രോട്ടോൺ VPN. പ്രോട്ടോൺ VPN എന്ന് പറയുന്നത് ഒരു VPN ആണ്. VPN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മളിപ്പോ ഇപ്പൊ ലൈക്ക് ജനറലി എങ്ങനെയാണ് സംഭവം വർക്ക് ആവുക വെച്ചാൽ നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു സാധനം നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോകും. ഇപ്പൊ നിങ്ങൾ വെറുതെ ആമസോൺ എന്ന് നിങ്ങൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് amazon.in റിസൾട്ട്സ് ആണ് വരിക. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ നമ്മുടെ ലൊക്കേഷൻ നോക്കും, ഓക്കെ ഇത് ഇപ്പോ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ amazon.in തരും. നേരെ മറിച്ച് നിങ്ങൾ കാനഡയിൽ നിന്ന് അല്ലെങ്കിൽ USA എന്നാണെങ്കിൽ അവിടുത്തെ amazon.com അല്ലെങ്കിൽ അവിടുത്തെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സൈറ്റ് ആണ് തരിക. അപ്പൊ ലൈക്ക് ഈ ഒരു ലൊക്കേഷൻ മാറാൻ വേണ്ടി നമ്മുടെ സെർവറിൽ നിന്ന് പോകുന്ന ഒരു റിക്വസ്റ്റ് വേറൊരു ഭാഗത്ത് നിന്ന് വരുന്ന റിക്വസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ എവിടെ യൂസ്ഫുൾ ആയി വരിക വെച്ചാൽ നമുക്കറിയാം കുറെ വെബ്സൈറ്റ്സ് ഒക്കെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ സൗദിയിൽ ചില സിനിമ ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണണം എന്നുണ്ടെങ്കിൽ ഈ അവിടുത്തെ സെർവറിന് കയറി കഴിഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ അമേരിക്കയിൽ മാത്രമുള്ള ഒരു സാധനം കാണുന്നത് നിങ്ങൾക്ക് അമേരിക്കയിലെ സെർവറാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ് എന്ത് VPN എന്ന് പറയുന്നത്. ഇത് ലൈക്ക് കുറെ VPN ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VPN ഒക്കെ ലൈക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറും ഒരു VPN ആയിട്ട് യൂസ് ചെയ്യാണ്. അതായത് വേറെ ആൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അമേരിക്കയിലുള്ള ഒരാളുടെ കമ്പ്യൂട്ടർ വഴിയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുക, പക്ഷെ അവർ സെർച്ച് ചെയ്യാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ വഴി അങ്ങനെ പോകും. ലൈക്ക് അങ്ങനത്തെ മാത്രമേ നിങ്ങൾ ഡാറ്റ എടുക്കുക എന്നൊക്കെ പറഞ്ഞ കുറെ അലിഗേഷൻസും ഉണ്ട്. ലൈക്ക് VPN നടത്തുക എന്നുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ്. ലൈക്ക് അപ്പൊ അത് ഫ്രീ ആയിട്ട് ആൾക്കാർ ചെയ്യാനും ചാൻസ് കുറവാണല്ലോ അങ്ങനെ സെറ്റപ്പ്. ലൈക്ക് അതിൽ ഒരു ചേഞ്ച് ഉള്ള ഒരു സാധനമാണ് ഈ പ്രോട്ടോൺ VPN. പ്രോട്ടോൺ എന്നുള്ളത് ഒരു ലൈക്ക് ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. നിങ്ങൾ പ്രോട്ടോൺ മെയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അവര് ഓപ്പൺ സോഴ്സ് ലൈക്ക് ഒരു സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. ഇപ്പൊ ലൈക്ക് പ്രോട്ടോൺ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗൂഗിൾ സ്യൂട്ടിന് അനലോഗസ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു മെയിലാണ് എന്ത് പ്രോട്ടോൺ VPN എന്ന് പറയുന്നത്. സോറി VPN ആണ് പ്രോട്ടോൺ VPN എന്ന് പറയുന്നത്. ഇതിൽ ലൈക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാളിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ പൈസ കൊടുത്തുള്ളത് മാത്രമേ കാണുള്ളൂ. നിങ്ങൾ അടിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഫ്രീ എന്ന് പറഞ്ഞിട്ട്, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിന്റെ VPN കിട്ടും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോ നമുക്ക് അതിൽ VPN എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജാപ്പനീസിലാണ് ഉള്ളത്. ഇനി എനിക്ക് മാറ്റാൻ പറ്റില്ല. ഇതിൽ കുറെയൊക്കെ ഫ്രീ ആണ്. ലൈക്ക് എല്ലാം ഫ്രീ അല്ല, പക്ഷെ കുറെയൊക്കെ ഫ്രീ ആണ്. നമുക്ക് അത്യാവശ്യത്തിന്റെ യൂസിനുള്ള സ്ഥലങ്ങളൊക്കെ ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആമസോൺ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് amazon.co.japan വന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഏതാണ് ലൊക്കേഷൻ കൊടുത്തത്, ജാപ്പനീസ് ആണ്. ഇതിപ്പോ ലൈക്ക് ഗൂഗിൾ വർക്കാവില്ല. ഗൂഗിൾ അവർ ലോകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും ലൈക്ക് എല്ലാ ട്രാക്കിംഗ് വെക്കുന്നതുകൊണ്ട് അവർ വർക്കാവില്ല ജനറലി. ഇപ്പൊ DuckDuckGo ഞാൻ യൂസ് ചെയ്യാനും ഭയങ്കര പ്രൈവസി ഫ്രണ്ട്ലി ആയിട്ടുള്ള കൊണ്ടാണ്. അപ്പൊ അതിലിങ്ങനെ വരും. അപ്പൊ ഞാൻ നേരെ മറിച്ച് ഓക്കെ ഇത് ഫ്രീ അല്ല, ഫ്രീ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലത്ത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ എന്ത് കിട്ടും, ലൊക്കേഷൻ കിട്ടും.
നിങ്ങൾക്ക് സെറ്റപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന 10 ഏറ്റവും നല്ല എക്സ്റ്റൻഷൻസ്. ഇനി ഇത് മാത്രമല്ലാതെ വേറെ കുറെ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വേറെ ഉപകാരപ്രദമായ കുറെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എക്സ്റ്റൻഷൻസിന്റെ തന്നെ ആൾട്ടർനേറ്റീവ് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റിയോ അല്ലെങ്കിൽ UI ഉള്ള കുറെ ഇതുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഡാർക്ക് മോഡ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി നിങ്ങൾ നോക്കുന്ന ഒരു വെബ്സൈറ്റ് ഇതിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് കുറെ എക്സ്റ്റൻഷൻസ് കിട്ടും. അതൊക്കെ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിവതും അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ യൂബ്ലോക്ക് ഒറിജിൻ പോലത്തെ എക്സ്റ്റൻഷൻ എങ്കിലും എനേബിൾ ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഡ് ഒക്കെ ഭയങ്കര മോശമായിട്ടുള്ള ആഡ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ട്രാക്കിംഗ് ഒക്കെ വളരെ അധികമാണ്. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് കമന്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ ഉണ്ട്, അതിലോ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ലാപ്ടോപ്പ്, ഇയർഫോൺ, സ്മാർട്ട് വാച്ച് അങ്ങനെ ഏതെങ്കിലും വാങ്ങിക്കുമ്പോൾ സജഷൻസ് വേണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിലോട്ടോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ലൈക്ക് നിങ്ങൾ ജനറലി ഇങ്ങനെ ടെക് ഇഷ്ടപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യുക. ഞങ്ങൾ അതിൽ ഡെയിലി ഇതേപോലെ 1-2 ആയിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സ്റ്റോറീസ് ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളുടെ വേറെ വീഡിയോസ് ഉണ്ടാവും, അതും കാണുക. താങ്ക് യു.